എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത ക്യാമ്പയിനിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും കവർ ചെയ്തൊരു ക്യാമ്പയിൻ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ക്യാമ്പയിനാണ് നമുക്ക് കിട്ടിയെങ്കിലും ആദ്യം നമ്മൾ ആ ബ്രാൻഡ് എന്താ നോക്കും, പിന്നെ ഇത് ആരോടാണ് ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നോക്കും. ഇത് നെല്ലറ പുട്ടുപൊടിയാണ്. വർഷങ്ങളായിട്ട് ദുബായിൽ ഓൾറെഡി ഉള്ള നെല്ലറയുടെ പുട്ടുപൊടി. ആ പുട്ടുപൊടി കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെടുത്ത് അവർ അപ്രോച്ച് ചെയ്യുന്നത് ക്യാമ്പയിൻ ചെയ്യാൻ. അപ്പോൾ കേരളത്തിലേക്ക് മാത്രം എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയൊരു ബ്രീഫ് എന്ന് പറയുന്നത്. പുട്ടും കേരളവും തമ്മിലാണ് നമ്മൾ എൻ്റെ ഒരു ഇതിൽ കണക്ഷൻ നോക്കുക. അപ്പോൾ എന്ത് ക്യാമ്പയിനാണ് നമുക്ക് കിട്ടിയെങ്കിലും ആദ്യം നമ്മൾ ആ ബ്രാൻഡ് എന്താ നോക്കും, പിന്നെ ഇത് ആരോടാണ് ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നോക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് നമ്മളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുക. കോൺസെപ്റ്റ് എന്നൊന്നും പറയുമ്പോൾ ഭീകരാവസ്ഥ എന്നല്ല, ഇത് രണ്ടും വെച്ച് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ആലോചിക്കും. ഓഫീസിൽ നിന്ന് ആലോചിക്കും, വീട്ടിൽ നിന്ന് ആലോചിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ ആലോചിക്കും. ഇങ്ങനെ ഈ ആലോചന ഇങ്ങനെ നടന്നു പോകും. ചിലപ്പം 5-10 മിനിറ്റ് കൊണ്ട് ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടും, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത്, പുട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നാണ് നമ്മൾ പറയുക. പുട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വെറൈറ്റി ഉണ്ട്. നമ്മൾ പലരും പറയാറുള്ളത് പുട്ടടിക്കുക എന്നാണ്. ഓൾറെഡി കേരളം പുട്ടടിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ പല ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇത് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. ഇതൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്കോ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പരിപാടി ഒന്നല്ല. ഏതൊരാൾക്കും, കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാളും, ഏതൊരു ചെറിയ കുട്ടിയും കേൾക്കുന്ന 2 വേർഡാണ്, ഒന്ന് കേരളം എന്നുള്ളതും ഒന്ന് പുട്ടടിക്കുന്നു എന്നുള്ളതും. അപ്പോൾ അതിലിപ്പോൾ പറഞ്ഞ പോലെ ഒരു പുട്ടിൻ്റെ ഒരു ഇമേജ് മാത്രമാണ് നമ്മൾ കൊടുത്തത്. ആ പുട്ടിൻ്റെ ഇമേജിൻ്റെ മുകളിലാണ് നമ്മൾ കേരളം പുട്ടടിക്കുന്നു എന്നുള്ളൊരു ആ ഒരു കോപ്പി പ്ലേസ് ചെയ്യുന്നത്. ആ കോപ്പി ഒരു ക്രിയേറ്റീവിൽ ഒതുങ്ങാതെ, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോറിൽ ഒതുങ്ങാതെ, അല്ലെങ്കിൽ ഒരു കോപ്പി മാത്രമായിട്ട് ഒതുങ്ങാതെ ഒരു വീഡിയോ എലമെൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ അതിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കും. രണ്ടും ഒന്നിച്ചു വരുമ്പോൾ മാത്രമാണ് ആ കോപ്പി പൂർത്തിയായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്, ഏത് സർക്കാരുകൾ മാറി മാറി വരികയാണെങ്കിലും പ്രതിപക്ഷം പറയുന്നതാണെന്ത്, ഈ സർക്കാർ അത് പുട്ടടിച്ചു എന്ന് നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്ക് ഫെമിലിയർ ആക്കാൻ പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനച്ചേട്ടാ, 2000 രൂപ പാലും പഴം കൂട്ടി ഓൻ പുട്ടടിക്കും. അവൻ മാത്രല്ല, ഇനി കേരളം മുഴുവൻ പുട്ടടിക്കും. ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം കേരളത്തിലേക്ക് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേരളം പുട്ടടിക്കുന്നു എന്നുള്ളൊരു കോപ്പി കൊടുത്തതും. പിന്നീട് അവർക്ക് ഈ കോപ്പി ഇഷ്ടപ്പെട്ടതോടുകൂടി അവരിത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. അതായത് ഷാർജ പുട്ടടിക്കുന്നു, ദുബായ് പുട്ടടിക്കുന്നു, കാനഡ പുട്ടടിക്കുന്നു, ഖത്തർ പുട്ടടിക്കുന്നു. ഇത് പിന്നെ ഇങ്ങനെ വ്യാപിച്ചങ്ങനെ പോവുകയാണ്. മലയാളികൾക്ക് ഈ വേർഡ് കേൾക്കുമ്പം പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നും. ദുബായ് പുട്ടടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക, അവർക്ക് വരുന്നൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ പുട്ടടിക്കുക എന്നുള്ളൊരു വേർഡും അവർ താമസിക്കുന്നത് ദുബായിലാണ് എന്നുള്ളത് കൊണ്ടും അവർക്കൊരു കണക്ഷൻ ഉണ്ടാവാം. പിന്നെ ദുബായിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മെയിൻ ക്രിയേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തത്, ദുബായ് നമുക്കറിയാം, ദുബായിയുടെ അല്ലെങ്കിൽ UAE ഒരു ഐക്കൺ എന്ന് പറയുന്നതാണ് ബുർജ് ഖലീഫ എന്നുള്ളത്. നമ്മളത് പുട്ട് വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ ബുർജ് വെച്ചിട്ടുള്ളൊരു ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്.